എല്ലാവർക്കും നമസ്കാരം. 2023 ഡിസംബർ മാസം 1-ാം തീയതിയാണ് ഞങ്ങൾ ഈ ചാനൽ തുടങ്ങുന്നത്. അന്നു മുതൽ ഇന്ന് വരെ ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ സാമ്പത്തികം അതിദയനീയമാണ്. മലയാളികളുടെ സാമ്പത്തിക സ്ഥിതി പരമദയനീയമാണ്. അതിൻ്റെ കാരണങ്ങളും പരിഹാരങ്ങളും ഞങ്ങൾ ചില കാലങ്ങൾ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു ഇനി വരാൻ പോകുന്ന കാരണങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഏതാണ്ട് 4 കൊല്ലത്തിൽ താഴെ 3 കൊല്ലത്തിന് മുകളിലായിട്ട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ബാക്കി പത്രമായി വന്ന 2 കാര്യങ്ങൾ പൊതുജന ശ്രദ്ധയിലേക്ക് പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്ന്, കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത, പുതിയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ മൂലം സംസ്ഥാന ഖജനാവിന് വർഷം 7300 കോടി രൂപയുടെ വരുമാന നഷ്ടം ഉണ്ടാകുന്നു. ഇതാണ് ഒരു വാർത്ത. അതിന് കാരണങ്ങൾ പറയുന്നത്, സംസ്ഥാനത്തെ ഉയർന്ന നികുതി നിരക്കുകൾ മൂലം വലിയ വാഹനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ട് രജിസ്റ്റർ ചെയ്യുന്നതാണോ കാരണമെന്ന് ഗവൺമെൻറ് അന്വേഷിക്കാൻ പോകുമെന്ന്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കോ. വൈകുന്നേരം 6 മണി തൊട്ട് രാത്രി മുഴുവനും വെളുപ്പിനെ ഒരു 8 മണി വരെ പ്രധാന വഴികളിൽ കയറിയാൽ ആയിരക്കണക്കിന് ബസ്സുകളാണ് കേരളത്തിൽ നിന്ന് മംഗലാപുരത്തിനും ബാംഗ്ലൂരിനും ചെന്നൈക്കും ഹൈദരാബാദിനും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ബസ്സുകളിൽ 90% ബസ്സുകളും രജിസ്ട്രേഷൻ കേരളമല്ല, മറ്റ് സ്റ്റേറ്റുകളാണ് രജിസ്റ്റർ ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെ ഉടമസ്ഥർ പലരും തന്നെ മലയാളികളുമാണ്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇവരിത് മേടിച്ച് മറ്റ് സ്റ്റേറ്റുകളിൽ കൊണ്ട് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക ലാഭമുണ്ട്. ആ സാമ്പത്തിക ലാഭം ഇവിടെ നമ്മുടെ സർക്കാരിന് കൊടുക്കാൻ മേലേ, മറ്റ് സ്റ്റേറ്റുകൾക്ക് കൊടുക്കാവുന്നത് ഇവിടെ കൊടുക്കാൻ മേലേ. ഇവിടെ കൊടുക്കുകയില്ല. ഇവിടെ അവൻ്റെ കൊങ്ങായിക്ക് പിടിച്ച് ഞെക്കിയിട്ട് കുറച്ചുകൂടി അങ്ങോട്ട് കയറ്റി വെക്കും. പിന്നെയും ആൾക്കാർ വെളിയിലോട്ട് പോകും. എന്നിട്ട് ഈ പുതിയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കുറയുന്നതിൻ്റെ കാരണം കണ്ടെത്താൻ RTO കുഞ്ഞച്ചന്മാരുടെ അടിയന്തര യോഗം. അവർ കൂടിയിട്ട് എന്നാ കാണിക്കാനാ? ജനങ്ങളുടെ കയ്യിൽ പണമില്ലേ, അവർ കൂടിയിരുന്ന് എന്നെ ആലോചിക്കാനാ? വല്ല കാര്യമുണ്ടോ? ഇല്ല. ഇനി നികുതി ചോർച്ച തടഞ്ഞ് വരുമാനം വീണ്ടെടുക്കാനുള്ള കർശന നടപടികൾ. കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി പറഞ്ഞതാ, എന്നാ കർശന നടപടി എടുക്കാൻ പോകുന്നത്? എന്നാ കർശന നടപടി എടുക്കാൻ പോകുന്നത്? ഒന്നാമത്, ഭരിക്കാനിരിക്കുന്നവർ മനസ്സിലാക്കണം, ഭരണം എന്ന് പറഞ്ഞാൽ അത് കച്ചവടമല്ല. ജനം ഇവിടെ കച്ചവടം ചെയ്തോളും. അവർക്ക് മാന്യമായിട്ട് കച്ചവടം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ മതി. സർക്കാർ ഇതെല്ലാം കൂടെ നടത്താൻ പോകുമ്പോഴാണ് ഇത് ഒക്കാതെ വരുന്നത്. ജനത്തിൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിലേ ഗവൺമെൻറ്റിനും പ്രയോജനമുള്ളൂ, ഉദ്യോഗസ്ഥന്മാർക്കും പ്രയോജനമുള്ളൂ എന്ന് ഉദ്യോഗസ്ഥന്മാരും മനസ്സിലാക്കണം, ഗവൺമെൻറ്റും മനസ്സിലാക്കണം. ഗവൺമെൻറ് അനാവശ്യ കാര്യങ്ങൾ നടത്തണ്ട. KSRTC അത് ഇപ്പം ഈ KSRTC ഈ മാസം 500 കോടി നഷ്ടത്തിൽ ഈ KSRTC നടത്തുന്നതിൽ ഭേദം ഒരു 10 കൊല്ലമൊക്കെ മുമ്പ് 32,000 ബസ്സുകൾ കേരളത്തിൽ ഓടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോഴും സ്വകാര്യ മേഖല പല കമ്പനികൾക്ക് വിട്ടുകൊടുത്താൽ 42,000 ബസ് ഓടും. KSRTC മാസം 500 കോടി നഷ്ടത്തിൽ ഓടുന്നെങ്കിൽ വർഷം 6,000 കോടി രൂപ നഷ്ടത്തിലോട്ട് ഓടുന്ന ഈ പണ്ടാരം 42,000 പ്രൈവറ്റ് ബസ് മര്യാദയ്ക്ക് വഴിയിൽ ഓടിയാൽ അതിൻ്റെ റോഡ് ടാക്സും ബാക്കിയുള്ളതെല്ലാം കൂടെ 10-15,000 കോടി കൈ കിട്ടും. അതിനകത്ത് ചില വാഹനങ്ങൾക്ക് ചില ഗ്രാമീണ റൂട്ടുകളിലൊക്കെ ഓടുന്നതിന് ഗവൺമെൻറ് സബ്സിഡി കൊടുത്താൽ മാത്രം മതി. ഗവൺമെൻറ് ഇത് നടത്തിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല. ഗവൺമെൻറ് ഈ വേണ്ടാത്ത വയ്യാവേലി ചെയ്യണ്ട. ഗവൺമെൻറ്റിൻ്റെ മെക്കാനിസം കുറവായിട്ട് ഗവൺമെൻറ് അത് ഭരിച്ചാൽ മതി, നിയമപരമായിട്ട് ഇത് പോകുന്നുണ്ടോയെന്ന്. അതുപോലെ മറ്റ് സ്റ്റേറ്റുകളിലെ ടാക്സുകളും മറ്റ് സ്റ്റേറ്റുകളിലേക്കാളും ശകലവും കൂടെ കുറച്ച് ഇന്ധനവില കൊടുക്കാമെന്ന് നോക്കണം. കാരണം തമിഴ്നാട്ടിലും കർണാടകത്തിലെ പോലെ നിരപ്പ് സ്ഥലമല്ല ഇവിടെ. ഈ മലമ്പ്രദേശങ്ങളിൽ ഓടുമ്പോൾ ഡീസൽ ചിലവ് ഉള്ളതുകൊണ്ട് ഡീസലിന് മറ്റ് സ്റ്റേറ്റുകളിലേക്കാൾ ഇച്ചിരി കൂടെ പൈസ വില താത്തു കൊടുക്കണം. ടാക്സുകൾ താത്തില്ലെങ്കിലും അവിടുത്തെ ഒപ്പമാക്കി കൊടുക്കണം. അപ്പോൾ ഈ മലയാളി മേടിക്കുന്ന വണ്ടി ഇവിടെ രജിസ്റ്റർ ചെയ്തോളും. ഈ ഒടുക്കത്തെ കൂട്ടുകൂട്ടുന്നതുകൊണ്ടാണ് ഇത് മറ്റ് സ്റ്റേറ്റിലോട്ട് പോകുന്നത്. ഇനി MVD ആണെങ്കിലും പെറ്റിയും പെനാൽറ്റിയും എല്ലാം അങ്ങോട്ട് കണ്ടമാനം അങ്ങോട്ട് കൂട്ടിയപ്പം ആൾക്കാർ വണ്ടി പോകുകയെന്നങ്ങ് വിറ്റു. അതിൻ്റെ അനന്തര ഫലമാണ് ഈ 7300 കോടി രൂപയുടെ വരുമാനത്തിൻ്റെ ഇടിവ്. ഇനി ഇത് മുന്നോട്ട് കൂടാനേ പോകുന്നുള്ളൂ. ഒരു 5-10 വർഷം മുമ്പൊക്കെ നമ്മൾ റോഡിലോട്ട് ഇറങ്ങി നിന്നാൽ, പ്രത്യേകിച്ച് ചിങ്ങമാസമൊക്കെ റോഡിലോട്ട് ഇറങ്ങുന്ന പുതിയ വണ്ടി, ഈ മഞ്ഞ ബോർഡ് വെച്ച 4 രജിസ്ട്രേഷൻ വണ്ടിയുടെ കശവിശയായിരുന്നു.
അന്നൊരു 100 കിലോമീറ്ററിൻ്റെ ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒരു 1000 വണ്ടി വരുന്നതും പോകുന്നതും കാണുന്നത്, പുതിയ വണ്ടി രജിസ്ട്രേഷന് വേണ്ടി വരുന്നത്, സ്കൂട്ടർ തൊട്ട് ബൈക്ക് തൊട്ട് മുന്നോട്ടുള്ള വലിയ വലിയ വണ്ടികൾ. പക്ഷേ ഇന്നിപ്പം വഴിയിലൊരു വാഹനം കണ്ടാൽ, ഞാൻ ഈ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു, കുറേ ദിവസം കൊണ്ട് ഇന്നലെ ഒരു വണ്ടി പോകുന്നത് കണ്ടു. കാരണം ആൾക്കാരുടെയും വല്ലതും വേണ്ടേ, പൊതുജനത്തിൻ്റെ ഒന്നുമില്ലാതെ കിട്ടുന്നത് മുഴുവൻ ഇങ്ങോട്ട് പിഴിഞ്ഞിട്ട്. ഒന്നാമത് കേന്ദ്ര ധനമന്ത്രി എന്ന് പറയുന്നത് പാലല്ല, ചോര കറന്നെടുക്കാൻ അറിയാവുന്ന ആളാണ് നിർമ്മലാ സീതാരാമൻ. സംസ്ഥാനം ചോരയല്ല, അതിനകത്തിരിക്കുന്ന മാംസവും കൂടെ കറന്നെടുക്കുന്ന അവസ്ഥയിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരെങ്ങനെ വല്ലതും മേടിക്കും? എനിക്കറിയാവുന്ന ഒരു മനുഷ്യന് പഴയതും പുതുതും എല്ലാം കൂടെ 60 ലോറി ഉണ്ടായിരുന്നു, ഇപ്പോൾ 2 എണ്ണമാണ് ഉള്ളത്. എന്നോട് പറഞ്ഞ് പണ്ടാരം ഇതെല്ലാം കൂടെ നടത്തിയിട്ട് സർക്കാരിനും ഉദ്യോഗസ്ഥന്മാർക്കും കൊടുക്കാനും മാത്രമുള്ള, അതുകൊണ്ട് ഈ കോപ്പി ഞാൻ വേണ്ടെന്ന് വെച്ചെന്ന് പറഞ്ഞു. 13 ടോറസ് ഉള്ള ഒരുത്തന് ഇപ്പോൾ എല്ലാം കൂടെ കൊടുത്തിട്ട് അവസാനം 4 എണ്ണേ ഉള്ളൂ. അയാൾ പറഞ്ഞ് മുതലാകുകയെന്ന് പറഞ്ഞ് ഇത് കൊണ്ടു കിടക്കാൻ ഉള്ളതും കൂടെ തൂക്കി വിൽക്കാൻ വേണ്ടി നിൽക്കുകയെന്ന് പറഞ്ഞു. എന്നാ ചൊക്കിങ്ങും പഴയാ, മേടിക്കട്ടെ അങ്ങോട്ട്. മന്ത്രി പറഞ്ഞത് ഞാൻ നികുതി ചോർച്ച കർശനമായിട്ട് തടഞ്ഞ് വരുമാനം വീണ്ടെടുക്കാനുള്ള കർശന നടപടികൾ. എന്ത് കർശനം? ആളുകൾ ഈ പണ്ടാരമെല്ലാം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റിയല്ല. മന്ത്രി ഉദ്യോഗസ്ഥന്മാരും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ജനം വല്ലതും ചെയ്യണം, അത് നിങ്ങൾ മനസ്സിലാക്കണം. ജനം വല്ലതും ചെയ്യണമെങ്കിൽ അവർക്ക് ചെയ്താൽ വല്ലതും ബാലൻസ് കിട്ടണം. അതുകൊണ്ട് ഈ ഒരു സംഭവം ഇനി ഇത് മുന്നോട്ട് കൂപ്പുകുത്തുകൊള്ളുന്ന സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥന്മാരോടും മന്ത്രിയോടും പറയട്ടെ, വരുമാന മേഖല ദയനീയമാകും, ആൾക്കാരൊന്നും ചെയ്യല്ലാതെ വരും. ഇനി രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞതാണ്, ഒരു മനുഷ്യൻ അയാളുടെ വീടിൻ്റെ സൈഡിൽ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്തിനകത്തുനിന്ന് പാമ്പ് അങ്ങേരുടെ വീട്ടിലേക്ക് കയറി വരുന്നു എന്നും പറഞ്ഞ് പഞ്ചായത്തിൽ കൊണ്ട് പരാതി കൊടുത്തു. പഞ്ചായത്ത് പറഞ്ഞു ഉടമ ആരാന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അയാൾ നേരെ കൊണ്ട് ഹൈക്കോടതി കേസ് കൊടുത്തു. ഹൈക്കോടതി പറഞ്ഞു അങ്ങനെ കിടക്കുന്ന പറമ്പുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ വെട്ടിത്തെളിക്കണം, എന്നിട്ട് ഉടമ എന്തെങ്കിലും കണ്ടു കിട്ടുമ്പം അയാളിൽ നിന്ന് ഈടാക്കണം. ഹൈക്കോടതിയുടെ വിധി ആയതുകൊണ്ട് കേരളത്തിലെ ഏത് തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഈ നടപടി വേണമെങ്കിൽ ചെയ്യാം. അവർ വിചാരിക്കുക ഈ കാട് പിടിച്ച് കിടക്കുന്ന പറമ്പങ്ങ് വെട്ടിത്തെളിച്ചേക്കാം. നോക്കുമ്പോൾ ഈ തൊഴിലുറപ്പെന്ന് പറയുന്ന ആളുകൾക്ക് പണിയില്ലാതെ നടക്കുകയാണല്ലോ, അവരെയും കൂടെ വിളിക്കും. അവർ 5000 രൂപ കൊണ്ട് തീരേണ്ടത് അവരിരുന്ന് ഉഴപ്പി വെട്ടിത്തീരുമ്പം അത് 50,000 രൂപയാവും. 50,000 രൂപയ്ക്ക് അവരത് വെട്ടിക്കഴിഞ്ഞിട്ട് ഉടമസ്ഥനെ എന്തെങ്കിലും കാണുമ്പം ഉടമസ്ഥൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ പറ്റുമോ? പിന്നെ അത് റവന്യൂ റിക്കവറിയിലേക്ക് പോകണം. അത് അവസാനം എങ്ങനെയാകും? എന്തുകൊണ്ടാണ് ഈ പറമ്പ് കാട് പിടിച്ച് കിടക്കുന്നത് എന്ന ഒരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ നഗരങ്ങളിലെ കാര്യത്തെക്കാളും കൂടുതൽ ഗ്രാമങ്ങളിൽ സംഭവിക്കുന്നത് ഒന്നാമത്തേതും പ്രധാനപ്പെട്ടതുമായ കാര്യം പൊതുജനത്തിൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ലെന്നുള്ളതാണ്. പൊതുജനം നിർധനരായെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതങ്ങ് വിറ്റ് കളഞ്ഞേക്കാം എന്ന് വെച്ചാൽ ഈ വസ്തു വാങ്ങിക്കാൻ ഒരു പട്ടിക്കുറുക്കം പോലും ഇപ്പോൾ ഇല്ലതാനും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് താങ്ങാവുന്ന കൂലിക്ക് ആളിനെ കിട്ടാനില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ തൊഴിലുറപ്പ് നാട്ടിൽ വന്നേ പിന്നെ ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്. ആൾക്കാരെല്ലാം താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ പോയി നിൽക്കുക പറമ്പിൽ കൂടെയല്ല. ഈടെ ഒരാൾ പറഞ്ഞു കേട്ട് താടിക്ക് ഒരു രോഗം എന്നാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സ്ഥിരം ഈ തൂമ്പ വെക്കുന്നുണ്ടൊരു കറപ്പടിച്ചതാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും പണിയാനൊട്ട് ആളിനെ കിട്ടില്ല, ഒരു വാഴക്കൊല പോലും നാട്ടിലില്ലെന്നായി. എനിക്ക് മനസ്സിലാകുന്നത് ഈ തൊഴിലുറപ്പെന്ന് പറയുന്ന പരിപാടി സംസ്ഥാനത്തൊരു വലിയ തീവ്രവാദ പ്രവർത്തനമായിട്ട് മാറി. ആളുകളുടെ ഈ പണമില്ലെന്നുള്ളത് അടിസ്ഥാന കാരണം. ഇപ്പോൾ വസ്തുവൊക്കെ വിൽക്കുകയാണെങ്കിൽ അതിന് ഒന്നാമതൊരു അടിസ്ഥാന വില തന്നെ നാട്ടിലുള്ള വിലയേക്കാളും കൂടുതലാണ് പല സ്ഥലത്തും. പിന്നത്തെ കാര്യം ഒരു എന്നൊരു കെട്ടിടം അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ചാർട്ടേഡ് എഞ്ചിനീയർ അതിനൊരു വില ഇടണം. ആ വിലയും ഈ വിലയും എല്ലാം കൂടെ കൂട്ടിക്കഴിയുമ്പോൾ രജിസ്ട്രേഷൻ ഫീസിന് ചെല്ലുമ്പോഴത്തേനും അത് 10%, 10% രജിസ്ട്രേഷൻ ഫീസ്. പണ്ടാരം തമിഴ്നാട്ടിലൊക്കെ അതിൻ്റെ പകുതിയേ ഉള്ളൂ. അന്യായ വസ്തുക്കരവും പറമ്പിൽ നിന്നിട്ട് ഒരു കോപ്പം കിട്ടാനുമില്ല. ഇതെല്ലാം കൂടി ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ആളുകൾ 100 കണക്കിന് വസ്തുക്കളാണ് സോഷ്യൽ മീഡിയയിൽ വിൽക്കാനിട്ടിരിക്കുന്നത്. ചോദിക്കുന്ന വില കേട്ടാൽ ദയനീയമാണ്. കോട്ടയം ജില്ലയുടെയൊക്കെ മധ്യഭാഗത്ത് ഈയിടെ കണ്ട് എളങ്കളം ഭാഗത്തൊക്കെ സെൻറ്റിന് 30,000 രൂപ പോലും പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ മേടിക്കാനില്ലാത്ത രീതിയിൽ സ്ഥലവില പോയെന്ന്. വാങ്ങാൻ ആളില്ല. കെട്ടിടമൊക്കെ ഉണ്ട്. പല പരസ്യങ്ങളും പറയുന്നത് സ്ഥലത്തിൻ്റെ വില മതി, കെട്ടിടം ഫ്രീ. പക്ഷേ മേടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർട്ടേഡ് എഞ്ചിനീയർ ഇതിൻ്റെ തുക ഇട്ട് കഴിഞ്ഞ് രജിസ്ട്രേഷൻ ഫീസും കൊണ്ട് ചെല്ലുമ്പോൾ കണ്ണ് തള്ളിപ്പോവും. അതുകൊണ്ട് ആർക്കും ഇതൊന്നും വേണ്ട. ഇതാരാ മനസ്സിലാക്കേണ്ടത്? ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കണം, ഇവിടുത്തെ രാഷ്ട്രീയക്കാർ മനസ്സിലാക്കണം, പൊതുപ്രവർത്തകർ ഇത് കൃത്യമായി ഗവൺമെൻറ്റിൻ്റെ ദൃഷ്ടി കൊണ്ട് എത്തിച്ചു കൊടുക്കണം. അങ്ങനെ എത്തിച്ചു കൊടുത്തിട്ട് അവർ പറയണം ഈ അവസ്ഥയിൽ ഇത് താഴോട്ട് പോയി ഞങ്ങൾക്ക് എന്നാ കിട്ടുമെന്ന് മാത്രമല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇവിടുത്തെ MD-മാരോടും പോലീസുകാരോടും പറയട്ടെ, വലിയ ടോറസ് ലോറികളൊക്കെ ഒരു ദിവസത്തേക്ക് ഒരു ലോഡൊക്കെ അവർക്ക് കിട്ടുന്നത്. ഒന്നാമത് രാവിലത്തെ സ്കൂൾ സമയം, വൈകിട്ടത്തെ സ്കൂൾ സമയം, പിന്നെ ഇതിനിടയ്ക്ക് പാസ് ഉണ്ടാക്കുന്ന സമയത്തേ ഇത് ഓടാൻ പറ്റുള്ളൂ, പിന്നെ ഇത് നിരോധനമില്ലാത്ത സമയത്തേ ഇത് കിട്ടുകയുള്ളൂ. എന്നിട്ട് ഈ സാധനമെല്ലാം മിറ്റിലോ മണലോ ടോറസൊക്കെ കയറ്റിക്കൊണ്ട് വരുന്ന ലോറി വന്നാൽ അങ്ങേയറ്റം അതിന് 6000 രൂപയാണ് വണ്ടിക്കൂലി. അതിനകത്ത് ഡീസലും പോയി, ഡ്രൈവറിൻ്റെ ശമ്പളം പോയി, എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഉടമസ്ഥന് അരി മേടിക്കാൻ വല്ലതും കിട്ടുമോ അറിഞ്ഞിട്ട് വേണം വഴിയിലോട്ട് കയറി നീ കൈ കാണിക്കുന്ന പന്നപ്പണി കാണിക്കാൻ. അങ്ങനെ വരുമ്പോൾ ഒരു ഗതിയിൽ നിന്ന് എല്ലാവരും നിന്നു പോകും.
പണ്ട് എത്ര ടോറസിന് മാസപ്പടി മേടിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം വല്ല കണയുണ്ടോ? എണ്ണം കുറഞ്ഞ് വന്നില്ലേ? എല്ലാം തമിഴ്നാടും കർണാടകവും ആന്ധ്രയും മറ്റ് സ്റ്റേറ്റുകളിലേക്ക് വിറ്റുപോയി. ആൾക്കാരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് അതിനനുസരിച്ച് നടപടികൾ എടുക്കേണ്ട ഉത്തരവാദിത്വം പൊതുപ്രവർത്തകർക്കും ഉണ്ട്. അത് ഗവൺമെൻറ്റിനെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം, അതിനനുസരിച്ച് കാര്യങ്ങൾ ഗവൺമെൻറ്റിനെ ധരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥർക്കും ഉണ്ട്. അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനും ഉണ്ട്. അങ്ങനെ അല്ലെങ്കിൽ ഞങ്ങൾ ദീർഘകാലങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ ഇപ്പം വാഹന മേഖലയിൽ ഇതുപോലെയായി, വാഹനങ്ങളെ ഇല്ലെന്നായി, വസ്തുക്കൾ മുഴുവൻ കാട് പിടിച്ച് കിടക്കുന്ന അവസ്ഥയുണ്ടായി. ഇനിയിപ്പോൾ ഇച്ചൂടെ കഴിയുമ്പോൾ രക്ഷയില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, ആളുകൾ അവരവരുടെ വീടുകൾ പോലും വേണ്ടെന്ന് വെച്ചിട്ട് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് ചിലപ്പോൾ രക്ഷപ്പെടും. സംഭവിക്കും. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നെങ്കിൽ ഈ 16,33,000 പേരാണ് ഗവൺമെൻറ് എന്ന് ചിന്തിക്കുകയും അവർക്ക് വേണ്ടി മാത്രം വരുന്ന വരുമാനം മുഴുവൻ ചിലവാക്കുകയും ചെയ്താൽ അവസാനം ബാക്കിയുള്ളവർ ഇവിടുന്ന് പോകും, അതിന് സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.